ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റുമാണ് ഇതിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്കുള്ള തക്കാളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ്. ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്കുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ.